നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഒരു വെടിക്കെട്ടുണ്ടാകുമെന്ന് കരുതിയ ആരാധകർ ഉണ്ടായിരുന്നു. ഇറാനിൽ കയറി അടിക്കും, അല്ലെങ്കിൽ അവശേഷിക്കുന്ന ISന്റെ കോട്ടകൾ ചാരമാകും, അതുമല്ലെങ്കിൽ അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിലെ ഹൂതികളുടെ തല പിളരും. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. അതിന്റെ നിരാശയിലായിരുന്നു ട്രംപ് ആരാധകർ. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വെടിക്കെട്ടല്ല, പടക്കപ്പുരയ്ക്ക് തീപിടിച്ച അവസ്ഥയാണ്. ISന്റെ കൊടും ഭീകര തലവൻ, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ തീവ്രവാദി അബു ഖദീജയുടെ ചാക്കാല നടത്തിയ ട്രംപ് വൈറ്റ് ഹൌസിൽ ഉറങ്ങാതെ കാത്തിരുന്നു. ISന്റെ മൂട്ടിൽ തീയിട്ട് അധികം വൈകിയില്ല. മണിക്കൂറുകൾക്കകം യമനിൽ കയറി ഹൂതികളുടെ നെഞ്ചത്തും പൊട്ടിച്ചു. യമനിൽ നടന്ന ആക്രമണത്തിൽ നിരവധി ഹൂതികളാണ് കൊല്ലപ്പെട്ടത്. തീർന്നില്ല, പിന്നാലെ ഒരു പ്രഖ്യാപനവും ട്രംപ് നടത്തി. ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ ഈ ആക്രമണം തുടരും, അതായത് കൊടും യുദ്ധം തന്നെ എന്നുള്ള പ്രഖ്യാപനം. അമേരിക്ക യമനിൽ കൈവച്ചതോടെ ഇറാന്റെ കോട്ടകൾ വിറച്ചു. ഇറാന്റെ പ്രോക്സികളിൽ അവശേഷിക്കുന്നത് ഹൂതികൾ മാത്രമാണ്. ഹമാസ്, ഹിസ്ബുള്ള സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നത് യമനിലാണ്. പണി പാളിയെന്ന് ഖമനേയിക്ക് ബോധ്യപ്പെട്ടതോടെ ടെഹ്റാനിൽ അടിയന്തര യോഗം വിളിപ്പിച്ചിരിക്കുകയാണ്. ഹൂതികൾ പോലും ഞെട്ടിയ ആക്രമണമാണ് ട്രംപ് നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതിന് ശേഷം ജനുവരി മുതൽ ഹൂതികൾക്കെതിരെയുള്ള നടപടി ആരംഭിച്ചിരുന്നു. ഇസ്രയേലിനെതിരെ ഹൂതികൾ വീണ്ടും ആക്രമണം തുടങ്ങിവെച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അമേരിക്ക തിരിച്ചടിക്കാൻ തീരുമാനിച്ചത്. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഹൂതികൾ ഭീഷണി സൃഷ്ടിക്കുകയാണെന്നും അവരെ ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ട്രംപ് പറഞ്ഞു. ലോകത്തിലെ ജലപാതകളിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ വാണിജ്യ കപ്പലുകളെ തടയാൻ ഒരു തീവ്രവാദ ശക്തിക്കും കഴിയില്ലെന്നും ഇറാൻ ഇവരെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഇറാനിൽ കയറി അടിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. US നടത്തിയ വ്യോമാക്രമണത്തിന് തീർച്ചയായും മറുപടി നൽകുമെന്നാണ് ഇപ്പോൾ അൽ മസീറ ചാനലിലൂടെ ഹൂതികൾ തിരിച്ചടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പതാകയേന്തിയ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നും ഹൂതികളുടെ നേതാവായ അബ്ദുൽ മാലിക് അൽ ഹൂതി കൂട്ടിച്ചേർത്തു. ട്രംപിന് കണക്ക് കൂട്ടാൻ കഴിയുന്നതിനും അപ്പുറത്തെ വലിയ ശക്തിയാണ് തങ്ങൾ. ഹമാസിനെയോ ഹിസ്ബുള്ളയെയോ തൊട്ടതുപോലെയല്ല ഇത്. ട്രംപിന്റെ കൈ പൊള്ളുമെന്ന് അബ്ദുൽ മാലിക് പ്രഖ്യാപിച്ചത്. അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലിന്റെ കൈകളുണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. നെതന്യാഹു കുറിച്ചിട്ടോളൂ, ഒക്ടോബർ 7-നേക്കാൾ വലിയ നാശം നിങ്ങൾ കാണുമെന്ന് ഇസ്രയേലിനോടും ഹൂതികളുടെ വെല്ലുവിളി. ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം അഴിച്ചുവിടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പടക്കപ്പലുകളെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് അമേരിക്ക. ട്രംപ് 2ാം തവണ US പ്രസിഡന്റായ ശേഷം മധ്യപൂർവ്വ ദേശത്ത് US നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണ് ഇത്. ചെങ്കടലിലെ ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണ് സനയിൽ ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. യമനിലുടനീളമുള്ള വലിയ ഓപ്പറേഷന്റെ തുടക്കമാണിതെന്ന് മിഡിൽ ഈസ്റ്റിൽ സൈനിക മേൽനോട്ടം വഹിക്കുന്ന US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ യുദ്ധത്തിലേക്ക് കടന്നത്. ചെങ്കടലിൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു പിന്നീടിങ്ങോട്ട് ഭീകരർ. 2023 നവംബർ മുതൽ ഹൂതികൾ 100-ലേറെ ആക്രമണം ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾക്ക് നേരെ നടത്തിയിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം കടലിൽ മുക്കി. മറ്റൊന്നിലെ ആക്രമണത്തിൽ കപ്പൽ പിടിച്ചെടുത്ത് 4 പേരെ വധിച്ചു. അന്നു മുതൽ സ്തംഭിച്ച ഏതൻ കടലിടുക്ക് വഴി ബാബൽ മന്ദബ് വഴി പ്രവേശിച്ച് സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകുന്ന പാത ഇതുവരെ പഴയപടിയായിട്ടില്ല. കപ്പലുകൾ ഈ റൂട്ട് ഒഴിവാക്കി ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദിവസങ്ങളധികം യാത്ര ചെയ്താണ് സഞ്ചരിക്കേണ്ടി വരുന്നത്. ജിദ്ദ പരമാവധി ഒഴിവാക്കി കിഴക്കൻ പ്രവിശ്യ വഴിയാണ് സൗദി അന്ന് ഷിപ്പിംഗ് ലൈനുകൾ പ്രവർത്തിപ്പിച്ചത്. വൻ വിലയേറ്റം ഇത് സൃഷ്ടിച്ചു. അതായത് ലോക വിപണിയെ തന്നെ ചെങ്കടൽ വഴിയുള്ള ഹൂതികളുടെ ആക്രമണം ബാധിച്ചു. വെടിനിർത്തൽ വന്നതോടെ ചില ഷിപ്പിംഗ് ലൈനുകൾ വീണ്ടും സൂയസ് കനാൽ വഴി യാത്ര തിരിച്ചു. എന്നാൽ തങ്ങൾ ആക്രമണം ശക്തമാക്കുമെന്ന ഹൂതികളുടെ പ്രഖ്യാപനം വീണ്ടും രാജ്യങ്ങളെ ആശങ്കയിലാക്കി. GCC രാജ്യങ്ങളെയും ഇത് ബാധിച്ചു. ഇസ്രയേലിനെ സഹായിക്കുന്ന അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിൽ അഴിഞ്ഞാടുകയായിരുന്നു. അമേരിക്കയെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തി ഹൂതികളുടെ ഈ അഴിഞ്ഞാട്ടം. ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഹൂതികൾക്ക് തീർപ്പ് കൽപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ രോമത്തിൽ തൊടില്ല എന്നായിരുന്നു ഹൂതികൾ തിരിച്ചടിച്ചത്.
ട്രംപ് വന്നിട്ടും ഹൂതികൾക്കെതിരെ ഒരു നീക്കവും ഉണ്ടായില്ല. ട്രംപിന് തങ്ങളെ തൊടാൻ ഭയം എന്ന പരിഹാസമായിരുന്നു ഹൂതികൾ പിന്നീട് നടത്തിയത്. എല്ലാത്തിനുമുള്ള മറുപടിയാണ് ട്രംപ് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതായത് ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഹൂതികളുടെ സർവനാശം കണ്ടേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഹൂതികളെ കൊണ്ട് ഇസ്രയേലിനേക്കാൾ വലിയ വിപത്തുകൾ അമേരിക്കയ്ക്കായിരുന്നു. ഹൂതികളുടെ ചെങ്കടൽ ആക്രമണം വലിയ തലവേദനയാണ് യുഎസിന്. അമേരിക്കൻ കപ്പലുകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് ഹൂതികൾ സമുദ്രാധിപത്യം തങ്ങൾക്കെന്ന് പോർ വിളിച്ചു. ഇറാൻ ഇതിന് പച്ചക്കൊടി വീശി. റഷ്യ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചു. അമേരിക്കൻ പടക്കപ്പൽ എബ്രഹാം ലിങ്കൺ മുക്കാനുള്ള തീക്കളി വരെ ഹൂതികൾ നടത്തി. കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഹൂതികളെ തടയാൻ യുഎസിന് കഴിയുന്നില്ലെന്ന പരിഹാസം വരെ ഒരു ഘട്ടത്തിൽ വന്നു. ഉടൻ പരിഹാരം കാണണമെന്ന് മറ്റ് രാജ്യങ്ങൾ യുഎസിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ബൈഡൻ കാണിച്ച പിഴവ് നികത്തേണ്ട ഉത്തരവാദിത്വം ട്രംപിനുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഭീകരരെ പിന്തുണച്ച് ചെങ്കടൽ വളഞ്ഞ ഹൂതികളെ അന്നേ തീർക്കേണ്ടതായിരുന്നു. എന്നാൽ ബൈഡൻ അവരെ വിട്ടുവെച്ചു. ഇതോടെ യുഎസ് തങ്ങളെ ഭയക്കുന്നുവെന്ന് ഹൂതികൾ പ്രചരിപ്പിച്ചു. അപ്പോഴും ബൈഡൻ മൗനം പാലിച്ചു. ചെങ്കടലിൽ അവരെ അഴിഞ്ഞാടാൻ അനുവദിച്ചു. അത് വലിയ ഭവിഷ്യത്ത് തന്നെ ഉണ്ടാക്കി യുഎസിന്. അതിനെല്ലാം ട്രംപ് മറുപടി കൊടുക്കണം. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. നിരവധി യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും അറ്റാക്ക് ഹെലികോപ്റ്ററുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷയൊരുക്കിയിട്ടും എബ്രഹാം ലിങ്കന്റെ സമീപത്ത് ഹൂതികളുടെ മിസൈൽ പതിച്ചത് അവിശ്വസനീയമെന്നാണ് മുൻ അമേരിക്കൻ സൈനിക മേധാവിമാർ അന്ന് പറഞ്ഞത്. ഹൂതികളുടെ മിസൈൽ വിമാനവാഹിനി കപ്പലിന്റെ അരികിലെത്തിയെന്ന് പറഞ്ഞാൽ തന്നെ അത് അമേരിക്കയ്ക്കുണ്ടാക്കുന്ന നാണക്കേട് വലുതാണ്. USS എബ്രഹാം ലിങ്കന്റെ പരിസരത്ത് പോയിട്ട് മൈലുകൾക്കപ്പുറം ഒരു പക്ഷിക്ക് പോലും പറക്കാൻ കഴിയില്ല എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ ഹൂതികൾ അതിന് തൊട്ടടുത്ത് വരെ ആക്രമണം നടത്തി. ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം, ആണവ മിസൈൽ ഉൾപ്പെടെ വഹിക്കാവുന്ന പോർ വിമാനങ്ങളും വഹിച്ചു പോകുന്ന ഈ വിമാനവാഹിനി കപ്പൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അഭിമാനവും എതിരാളികളെ സംബന്ധിച്ച് പേടി സ്വപ്നവുമാണ്. എന്നാൽ തങ്ങൾക്കതിനെ ഭയമില്ല എന്നായിരുന്നു അതിന് തൊട്ടടുത്ത് ആക്രമണം നടത്തിക്കൊണ്ട് ഹൂതികൾ പ്രഖ്യാപിച്ചത്. ഇത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി. ഇതിന് മറുപടി പറയുമെന്നും എബ്രഹാം ലിങ്കണെ തൊട്ട ഹൂതികൾ ഇനി ഉണ്ടാകില്ല എന്നുമായിരുന്നു ട്രംപ് തിരിച്ചടിച്ചത്. ഹൂതികളുടെ മിസൈലിന്റെയും ഡ്രോൺ ശേഷിയുടെയും വർദ്ധിച്ചു വരുന്ന ശക്തി ഇസ്രയേലും അനുഭവിച്ചിട്ടുണ്ട്. വലിയ വിമാന മാതൃകയിലുള്ള ഡ്രോണുകളും പലസ്തീൻ 2 എന്ന് വിളിക്കുന്ന ഒരു പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും ഹൂതികളുടെ ആവനാഴിയിലെ കുന്തമുനകളാണ്. ഒരു ചാവേർ ഗ്രൂപ്പ് എന്നതിൽ നിന്നും ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആയുധ ശക്തി എന്ന രൂപത്തിലേക്ക് ഹൂതികൾ കരുത്താർജിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും ശക്തമായ അമേരിക്കയുടെ അത്യാധുനികമായ സൈനികർക്കെതിരെ ഗറില്ല യുദ്ധം നടത്താനുള്ള ഹൂതികളുടെ ശേഷി വലിയ ഭീഷണിയായാണ് അമേരിക്കൻ ഭരണകൂടം വിലയിരുത്തുന്നത്. ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ഓഫ് വാർ പ്രോജക്റ്റിന്റെ സമീപകാല റിപ്പോർട്ട് കണക്കാക്കുന്നത് 2024 ഹൂതി വിരുദ്ധ നടപടികൾക്കായി പെന്റഗൺ $2.5 ബില്യൺ ചെലവഴിച്ചു എന്നതാണ്. 2023 ഒക്ടോബറിൽ ഗാസയിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹൂതികളോട് പോരാടുന്നതിനും യമനിൽ ബോംബാക്രമണം നടത്തുന്നതിനുമാണ് ഇത്രയും ഡോളർ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ചെലവിട്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ശ്രദ്ധേയമായ സൈനിക ആയുധ ശേഖരങ്ങൾ ഹൂതികൾക്കുണ്ടെന്നത് അമേരിക്കൻ സൈനിക നേതൃത്വവും സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹൂതികളുടെ ആയുധശേഷി എങ്ങനെ വിലയിരുത്തണമെന്നതിനെ സംബന്ധിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് ഇതുവരെയും കൃത്യമായ ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ആയുധശക്തിയിൽ ഒരു പ്രബല ഗ്രൂപ്പായി ഹൂതികൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പക്കൽ അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതായത് റഷ്യ മുൻപ് സഹായിച്ചിട്ടുള്ള ചില ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ചെങ്കടലിൽ ഇവർ ആക്രമണം തുടങ്ങിയ സമയത്തും റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ ഹൂതികളുടെ പക്കൽ എത്തിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഹൂതികൾ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും വരെ ആയുധങ്ങൾ ഒഴുക്കുന്ന ഗ്രൂപ്പാണ്. ഒരു ഭീകരവാദ ഗ്രൂപ്പിന്റെ കൈകളിൽ ഇത്രത്തോളം ആയുധങ്ങൾ എത്തുക എന്നത് വളരെ വലിയ ഒരു ഭീതിതമായ കാര്യമാണ്. പ്രത്യേകിച്ച് ലോകത്തിന് വലിയ ഭീഷണി കൂടിയാണ് അത്.
ഹമാസിനെയോ ഹിസ്ബുള്ളയെയോ അല്ല ഭയക്കേണ്ടത്, ഹൂതികളെയാണെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം. എന്നാൽ ഇവരെ പെട്ടെന്ന് കയറി അടിക്കാനും കഴിയില്ല. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാക്കണം. 4 വഴിക്കൂടെയും ഹൂതികളെ കയറി വളയണം. അതിനുശേഷമേ ഇവരെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്ര പ്രബല ശക്തി തന്നെയാണ് ഹൂതികൾ. ഹുദൈദ തുറമുഖം കടന്ന് തങ്ങളെ ആക്രമിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള അഹങ്കാരമാണ് ഹൂതികൾക്കുള്ളത്. ആ അഹങ്കാരത്തിന്റെ മുനയൊടിക്കാനാണ് ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ട്രംപിന്റെ ആദ്യത്തെ സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനി അങ്ങോട്ട് യമനിൽ ഹൂതികൾക്ക് വെടിക്കെട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതിന്റെ പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് ട്രംപ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.